ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള ഒരു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനും ഈ പരിസരത്തുള്ള ഈ പ്രദേശത്തുള്ള ഒരു ആർട്ടിസ്റ്റുകളെയും ഇവിടെ ഉള്ളവർ വിളിച്ചൊരു പ്രോഗ്രാം തന്നിട്ടില്ല, നടത്തിയിട്ടില്ല. അതൊരു വളരെ വിഷമകരമായിട്ടുള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞാനും മനോജ് ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു പ്രോഗ്രാം ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജംഗ്ഷനിൽ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഉള്ളവർക്ക് ഇതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ അന്യനാടുകളിലും പല സ്ഥലങ്ങളിലും പോയി കയ്യടിയും പ്രസൻറ്റേഷനുകളൊക്കെ ഗൾഫ് വരെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്കൊരു വിലയില്ല, മനസ്സിലായില്ലേ? ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ഇതുവരെ അവരുടെ പറഞ്ഞു നമുക്കിതൊരു ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇരുന്നപ്പോഴാണ് ഒരു CPIയുടെ ഒരു പാർട്ടി കൺവെൻഷൻ ജംഗ്ഷനിൽ വെച്ച്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാണ് ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞു. അത് ഓക്കെ. അങ്ങനെ ആ പ്രോഗ്രാം ഞാൻ നമ്മൾ പയ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി ഞങ്ങൾ ചെയ്തു. പ്രോഗ്രാം വളരെ ഭംഗിയായിരുന്നു. അന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി അവിടെ നന്നായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തു, അനൗൺസ്മെൻറ്റ് ചെയ്തു ഞങ്ങളുടെ അവസ്ഥകളെ പറ്റി. എന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശത്ത് ഒരൊറ്റ പ്രോഗ്രാമുകൾ. ഇനി ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഏജൻറ്റിൻ്റെ റൂമിലിരിക്കുമ്പോൾ നമ്മുടെ താഴെ ജംഗ്ഷനിൽ തന്നെ ഏജൻറ്റിൻ്റെ റൂമിലിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ക്ഷേത്രത്തിൽ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു. പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും ഇരിക്കുന്നു. ഞാൻ അപ്പോഴും ഇവരെല്ലാം കൂടെ റൂമിലോട്ട് കയറുമ്പോൾ ഞാൻ ഇറങ്ങി വെളിയിൽ നിന്നു. വെളിയിലൊരു കസേരയിട്ട് അവിടെ ഇരുന്നു. അവരിങ്ങനെ ഓരോ ഷോ കാർഡുകളും കാര്യങ്ങളൊക്കെ കണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഷോ കാർഡ് എടുത്ത് കാണിച്ചു. എൻ്റെ ഷോ കാർഡ് എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പകുതിയും ഷോ കാർഡിൻ്റെ ഒരു ഇതാണ് അട്രാക്ഷൻ ഉണ്ടാകുന്ന, അതിലാണ് വീഴുന്നത് കമ്മിറ്റിക്കാർ. അപ്പോൾ എൻ്റെ ഷോ കാർഡ് എടുത്ത് കാണിച്ചപ്പോൾ നല്ല ഷോ കാർഡാണ്. അപ്പോൾ ഈ ഷോ കാർഡ്, അപ്പോൾ ഇതിലെ ഒരു പയ്യൻ, ഈ പുള്ളി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇയാളേതാ? അപ്പം ഏജൻറ്റ് പറഞ്ഞു ഇത് ഇവിടെ അടുത്തുള്ളതാണ്, പുള്ളി ഇവിടെ അടുത്തുള്ളതാണ്, ബാക്കിയുള്ള എല്ലാം ട്രിവാൻഡ്രത്തുകാരാണ്. അപ്പം എന്നെയും പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറാണ് അവിടുത്തെ കമ്മിറ്റിയിലെ മെയിൻ. പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളി ഒരു നടനാണ്. ആ പുള്ളി എപ്പോഴും ഉടനെ ഇത് കണ്ടിട്ട് പറഞ്ഞാൽ ഇവിടെ ഉള്ള മരുന്നും വേണ്ട. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഉള്ള മരുന്നും വേണ്ട. എന്നാൽ ആ പ്രോഗ്രാം അത് ക്യാൻസൽ, നമുക്ക് കിട്ടിയില്ല, അത് വിട്ടു. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളവരുടെ ചില ആൾക്കാരുടെ മനോഭാവം. ഇപ്പം മറ്റേ ഈ സത്യഭാമയുടെ കാര്യം പറഞ്ഞ പോലെ, മനസ്സിലായില്ലേ? ഈ ഒരു ഈസത്തിൻ്റെ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ പ്രോഗ്രാം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആ സമയത്ത് വേറെ പ്രോഗ്രാം കിട്ടി, ഞാൻ പ്രോഗ്രാം പോയി. പക്ഷേ ഇവർ വേറെ എവിടെയോ ഉള്ള സമിതി വിളിച്ച് പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാം വളരെ മോശമായിപ്പോയി. അതാണ് ഈ നാട്ടിലെ കണ്ടീഷൻ. സ്വന്തം നാട്ടിലുള്ളവർ തന്നെ അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു റിയാലിറ്റി, ഇവർ പോലും അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് കയറി നോക്കട്ടെ, പിന്നെ അതിനെ പൊക്കിക്കൊണ്ട് നടക്കും. അതൊക്കെ എന്തിനാ? അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ എനിക്ക് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.